മഴ നനച്ച മണ്ണിൽ നിന്ന് ഉയരുന്ന ഗന്ധത്തിന് ഒരു ഭാഷയുണ്ട്. പ്രഭാതത്തിൽ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ ഒരു കവിത പറയുന്നുണ്ട്. ഒഴുകുന്ന പുഴകൾക്ക് ഒരു സംഗീതമുണ്ട്. കാറ്റിന് പറയാൻ ഒരു കഥയുണ്ട്. ആ കഥകളുടെയും കവിതകളുടെയും സംഗീതത്തിന്റെയും സമാഹാരമാണ് പ്രകൃതി. മനുഷ്യൻ ആദ്യമായി ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അവൻ വായിച്ചത് പ്രകൃതിയായിരുന്നു. ആദ്യമായി ഒരു കവിത എഴുതുന്നതിന് മുമ്പ് അവൻ കേട്ടത് പക്ഷികളുടെ ഗാനമായിരുന്നു. ആദ്യമായി ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് അവൻ കണ്ടത് പൂക്കളുടെ വർണ്ണങ്ങളായിരുന്നു. അതുകൊണ്ടാവാം ലോകത്തിലെ എല്ലാ മഹാകവികളും പ്രകൃതിയെ തങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമായി കണ്ടത്. കാളിദാസന്റെ മേഘദൂതത്തിൽ മേഘം സന്ദേശവാഹകനാണ്. ടാഗോറിന്റെ കവിതകളിൽ മരങ്ങൾ സംസാരിക്കുന്നു. സുഗതകുമാരിയുടെ കവിതകളിൽ കാടുകൾ കരയുന്നു. ONV വരികളിൽ ഭൂമി വേദനിക്കുന്നു. കവിതകൾ പ്രകൃതിയെ വരച്ചു കാണിക്കലല്ല, പ്രകൃതിയുടെ ആത്മാവിനെ അടയാളപ്പെടുത്തലാണ്.